പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് യൂട്യൂബിൽ നിങ്ങൾ അറിയാത്ത ഒരു സെറ്റിംഗ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെഗ്മെന്റിനെ കുറിച്ചാണ്. ആ സെറ്റിംഗ്സ് എന്താണ്, കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെയും കൂട്ടുകാർക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെയറിങ്ങിൽ അവർക്ക് അതൊരു ഉപകാരമായി മാറും. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ യൂട്യൂബിലെ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ എൻ്റെ ഈ ഫോണിലെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പ്രൊഫൈൽ ഐക്കണിൽ ഞാനൊന്ന് ടാപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സെറ്റിംഗ്സിന്റെ ഐക്കൺ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ കുറച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ മാനേജ് ആൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ വാച്ച് ചെയ്ത വീഡിയോകളാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് തൊട്ടടുത്തായി ലാസ്റ്റ് നമുക്ക് ഇന്റഗ്രേഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ആ സെറ്റിംഗ്സ് ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വീഡിയോ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, കമന്റ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, കമന്റ് റിപ്ലൈസ്, ലൈവ് ചാറ്റ് മെസ്സേജ്, അതർ വീഡിയോ ഇൻസ്ട്രക്ഷൻസ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഏതെങ്കിലും വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഞാൻ ലൈക്ക് ചെയ്ത വീഡിയോകളാണ് കേട്ടോ. ഞാൻ ഒന്നും ഡിസ്ലൈക്ക് ചെയ്തിട്ടില്ല. ഇതുപോലെ ലൈക്ക് ചെയ്ത വീഡിയോകളാണ് ഇത് കാണുന്നത്. അതും ഡീറ്റെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്നാണ് എന്നുള്ളത് നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കും. ഡീറ്റെയിലിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കും. അതുപോലെ നമുക്കിത് ഒരുപാട് ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ. നമ്മൾ ഏകദേശം യൂട്യൂബിൽ 2023 വരെ എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ 2023 ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ദിവസത്തേക്ക് മുമ്പേ നമ്മൾ ലൈക്ക് ചെയ്തതും എല്ലാം ഇതിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ കമന്റ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്. കമന്റിൽ നമ്മൾ ലൈക്കും ഡിസ്ലൈക്കും ചെയ്ത വീഡിയോകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും കമന്റ്സ് ആൻഡ് റിപ്ലൈസ്. കമന്റിന് റിപ്ലൈ കൊടുത്തതാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ. അതിന് ശേഷം ലൈവ് ചാനൽ, നമ്മൾ ലൈവായിട്ട് വീഡിയോ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ലൈക്കും ഡിസ്ലൈക്കും കൊടുത്ത കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ലൈവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് മൊത്തം ലൈവ് വീഡിയോകളാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പലതും ഇതുപോലെ. അതുപോലെ നമുക്കിവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനലുകൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ഇതാണോ, ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനലുകളാണ്. അത് കാണാൻ സാധിക്കും. കമ്മ്യൂണിറ്റി പോസ്റ്റേഴ്സ് കാണാൻ സാധിക്കും. പല പല കാര്യങ്ങളും ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇത് നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത വീഡിയോയ്ക്ക് കമന്റോ ലൈക്കോ ഒക്കെ രണ്ടാമത് ആ വീഡിയോ ഏതാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർക്ക് ഈ സെറ്റിംഗ്സ് വളരെയേറെ ഉപകാരമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. ചോയ്സ്.